നമ്മുടെ സങ്കടവും നിലവിളിയും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ മൂടുപടമണിഞ്ഞ് കുറുപ്രാവിനെ പോലെ കരയുവാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായെന്ന് വരാം. എന്നാൽ നമ്മുടെ പ്രാണനാഥൻ തൻ്റെ കുറുപ്രാവിൻ്റെ കുറുകൾ കേൾക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ കണ്ണുനീർ തമ്പുരാൻ തുടച്ചിട്ടുണ്ട്. ദാവീദ് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധിയിൽ നിലവിളിച്ചു. യഹോവ കഷ്ടകാലത്തിൽ ദാവീദിന് ഉത്തരമരുളി. ഹന്ന മറ്റാരും കാണാതെ നിലവിളിച്ചു. യഹോവ അവൾക്ക് ഒരു മകനെ നൽകി. ഹാഗാർ കരഞ്ഞു. അബ്രഹാമിന് അവൾക്ക് ഒരു തുരുത്തി വെള്ളമേ കൊടുക്കുവാൻ പറ്റിയുള്ളൂ. എന്നാൽ ദൈവം അവൾക്ക് നീരുറവയെ തന്നെ തുറന്നു കൊടുത്തു. നമ്മുടെ കണ്ണുനീരിന് മുൻപിൽ ദൈവം നിശ്ചലമാകും. പ്രാവിന്റെ കുറുകൽ ദൈവം കേൾക്കും. പ്രാവ് കുറുകിക്കൊണ്ടിരിക്കുന്നു എന്ന് യെശയ്യാവ് 59 11 വാക്യത്തിൽ നാം കാണുന്നു. പ്രാവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഞാൻ പ്രാവ് പോലെ കുറുകി. എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു. നീ എനിക്ക് ഇടം നിൽക്കണമേ. യെശയ്യാവ് 38:14. പ്രാവ് ഉയരത്തിൽ നോക്കി കരയുന്നു. അത് കുറുകുന്നു, ഞരങ്ങുന്നു. എപ്പോഴാണ് ഈ പ്രാവ് ഇങ്ങനെ ഞരങ്ങുകയും കുറുകുകയും ചെയ്യുന്നത്? അതിൻ്റെ ഇണ അതിനെ പിരിഞ്ഞു പോകുമ്പോഴാണ്. ആ ഇണ മടങ്ങി വരുന്നത് വരെ ആ പ്രാവ് ഉയരത്തിലേക്ക് കണ്ണും നട്ട് കുറുകിക്കൊണ്ടിരിക്കും. ആ പ്രാവ് പാറയുടെ പിളർപ്പിലാണ് ഇരിക്കുന്നത്. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. ഉത്തമഗീതം 2:14. നാമും നമ്മുടെ പ്രാണപ്രിയന്റെ വരവിനായി കരയുന്നവരാകണം. നമ്മുടെ പ്രാണപ്രിയനായ യേശു നമ്മെ വിട്ടുപോയിരിക്കുന്നു എങ്കിലും നമ്മുടെ പ്രാണപ്രിയൻ നമ്മെ തേടി വരും. ആ സമയം എത്രയും വേഗം സമാഗതമാകും. പ്രാണപ്രിയനെ നോക്കി കരയാം. ആ പ്രാണപ്രിയൻ വരും. നമ്മുടെ കണ്ണീരെല്ലാം തുടയ്ക്കും. നമ്മെ മാറോടണയ്ക്കുന്ന ഒരു ദിനമുണ്ട്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. വെളിപ്പാട് പുസ്തകം 21:4-5 വചനങ്ങൾ. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള മനോഹര ദൃശ്യങ്ങൾ യോഹന്നാൻ കണ്ടു. പിന്നെ യേശുവിന്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. വെളിപ്പാട് പുസ്തകം 22:7. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. വെളിപ്പാട് പുസ്തകം 22:12. അതെ, ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 22:20. അതിന് മറുപടി, ആമേൻ കർത്താവേ, വേഗം വരണമേ എന്നായിരുന്നു. പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കാം. കാൽവരിയിൽ നമുക്കായി പിളർന്ന യേശുവാകുന്ന പാറയുടെ പിളർപ്പിൽ പാർപ്പിടമൊരുക്കാം. പ്രാണപ്രിയന്റെ വരവിനായി നമുക്കും കുറുകാം. ഉയരത്തിലേക്ക് കണ്ണുകൾ ഉയർത്താം. അങ്ങനെ നമുക്കും പ്രത്യാശയോടെ പറയാം, ആമേൻ കർത്താവേ, വേഗം വരണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം
പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.